അനങ്ങാണ്ട് കണിക്ക് വെക്കണതാണോ ഇത്? പിന്നെ കരിമ്പും വേണം കേട്ടോ. എന്റെ പേര് എഴുതിയ സാരി കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിഷു പ്രമാണിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോലും, വിഷുക്കണിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും അല്ലറ ചില്ലറ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ. ഇന്നലെ രാത്രി നല്ല ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത്, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് ഹാൻഡിൽ ചെയ്തേക്കുന്നത് നിവിനാണ് കേട്ടോ. ചോക്കോ ആണോ? ഏതാ നിനക്ക് വേണ്ടേ? ചോക്കോ നിനക്ക്, ആമണ്ട എനിക്ക്. മോക്കാന്ന് എഴുതിയേക്കണത് നിന്റെ അല്ലേ? എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് അല്ലേ? ഓ പൊളി, എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് അടിപൊളി. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. ഖോസോ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം. ഇങ്ങനെ ആരെങ്കിലും കഴിക്കാറുണ്ടോ? പൊതുവേ ഞാൻ അങ്ങനെ ഡിപ്പൊന്നും ചെയ്ത് കഴിക്കാറില്ല, പക്ഷെ ഇന്ന് അങ്ങനെ ട്രൈ ചെയ്യാൻ തോന്നി കേട്ടോ. കൊള്ളായിരുന്നു. ഡിപ്പ് ചെയ്ത് ട്രൈ ചെയ്യണുണ്ടോ? ഈ ഹോട്ട് ചോക്ലേറ്റ് അത്ര ഫാനല്ല, കാരണം ഇത് മെഷീൻ പൊടിയാണ്. എനിക്ക് മറ്റേ റിയൽ ചോക്ലേറ്റ് ഉള്ള, പക്ഷേ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. കിട്ടിയില്ലെങ്കിൽ ഇത് സ്വർഗമാണ്. അതിൽ നിന്നൊരു ബൈറ്റ് നോക്കട്ടെ. ഇത് ചോക്ലേറ്റ് ഫില്ലിംഗ് ഉണ്ട്. ഇതൊരു ബൈറ്റ് എടുക്കട്ടെ. പോരാ, ഈ ഫില്ലിംഗ് അത്ര പോരാ കേട്ടോ. ഒട്ടും ഷുഗറില്ല, വെയിറ്റ് ഒന്നും കുറയില്ല. ടാർട്ട് എടുക്കാം. ഇതെന്താണ്, പീക്കനാണോ വാൾനട്ടാണോ? ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ തന്നെ മധുരം കഴിക്കാനുള്ള മടി കൊണ്ടാണോ എന്നറിയില്ല, ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. പീക്കന്റെ ടാർട്ടും അത്ര ഇഷ്ടമായില്ല, കാരമൽ ടാർട്ടും ഇഷ്ടമായില്ല, കോസും എനിക്ക് ഇഷ്ടമായില്ല. നോർമലി ഞാൻ ഇതൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് പതിയെ ഒക്കെ കഴിക്കുന്ന ആളാണ്. ഈ മധുരമൊക്കെ കുറെ കാണുമ്പോൾ എനിക്ക് നല്ല സ്പൈസി ഉള്ളത് കഴിക്കാൻ തോന്നുന്നു. നല്ല സ്പൈസി ഉള്ളത് കഴിക്കുമ്പോൾ നല്ല മധുരം ഉള്ളത് കഴിക്കാൻ തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഒരു മോഡ് ഓഫ് ഈറ്റിങ്ങിന്റെ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ റെഡി ആയിട്ട് പോകാൻ ഇറങ്ങിയേക്കുവാണ്. ആദ്യം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മുടെ കഷ്ടകാലത്തിന് ഫയർ അലാം അടിച്ചു, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇനി ആകെ സ്റ്റെയർ ഇറങ്ങി പോകാനേ നിർത്തിയുള്ളൂ. നല്ല പണിയാണ് കിട്ടിയത്. ഫയർ അലാം അടിച്ചിട്ട് ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല, അപ്പോൾ നടക്കുവാണ് സ്റ്റെപ്പ്. ഇപ്പം ഞങ്ങൾ 11:30-12 മണിയൊക്കെ ആയി ഇറങ്ങിയത്. ഇനി നേരെ അൽസിഫ്ലോട്ടാണ് പോകുന്നത്. അതിന് മുന്നേ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. സാരി എൻ്റെ പേര് എഴുതിയ സാരിയാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ അവിടെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലഞ്ച് ടൈം ആയി. അങ്ങനെ നമ്മൾ തറവാട് റെസ്റ്റോറൻറ്റിലോട്ട് വന്നേക്കോണ്ടോ പരാമയിൽ. കുറേ കാലത്തിന് ശേഷം ഞാനൊരു പഴങ്കഞ്ഞി ഓർഡർ ചെയ്താണ്ടോ. ആക്ച്വലി ഞാൻ ഫിഷും റെഡ് മീറ്റ് ഒന്നും കഴിക്കില്ലല്ലോ. ആദ്യം ബൈ മിസ്റ്റേക്ക് അവർ മീനിൻ്റെ കറി മീതെ ഒഴിച്ചിട്ടാണോ കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ മീൻ കറി ഒഴിവാക്കിയിട്ടുള്ള പഴങ്കഞ്ഞിയാണ് രണ്ടാമത് പറഞ്ഞത്. ആക്ച്വലി ഞാൻ വിചാരിച്ച പഴങ്കഞ്ഞി ആയിരുന്നില്ല. സൈഡ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. ചമ്മന്തി, പിന്നെ ബീട്രൂട്ട് തോരൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ കൂടുതൽ പച്ചക്കറിയുടെ ഒലർത്തും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നു. അതെൻ്റെ മിസ്റ്റേക്കാണ്. കപ്പയും ഇതൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ദുബായ് ആ ഒരു സ്പൈസ് സൂക്കിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ. പിന്നെ അവിടെ ചുറ്റിപ്പറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വാട്ടർ ഫ്രണ്ട് ആ ഒരു ഏരിയയിലോട്ടും പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് മൂവ് ചെയ്തു കേട്ടോ. ഇത് ആക്ച്വലി കപ്പിൾ ഷൂട്ടാണ് പ്ലാൻ ചെയ്തത്. ഇത് ലാസ്റ്റ് ഫൈനലി എനിക്കറിയാം ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന്. ഞാനിവിടെ വെറുതെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇവർ ഫോട്ടോ എടുക്കുന്നു. കൊള്ളാടാ. ആക്ച്വലി ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ. എൻ്റെയിലും ഉണ്ട് പ്രിയങ്കാന്ന്, അവൻ്റെയിലും ഉണ്ട് നിവിന്ന്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട്. ഭയങ്കര തിരക്കാണല്ലോ ഫ്രൈഡേ ആയിട്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് ഈ ഡ്രസ്സൊക്കെ മാറി നേരെ ഐക്കയിലോട്ട് പോകണം. അവിടെ ചെന്നിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ട്. അവിടെ നിന്ന് നേരെ നെസ്റ്റോയിലോട്ട് പോയിട്ട് കണിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ചെറിയൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തുവാണ്. അപ്പോൾ എൻ്റെ മുണ്ട്, എൻ്റെ പേരൊക്കെ കണ്ടോ, വീട്ടിലോട്ട് എത്തുവാണ്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഐക്കയിലോട്ട് പോവാണ്. ഐക്കയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഫ്രെയിം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അതിന് പകരം വേറൊരു ബ്ലാക്ക് കളറ് ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിന് സ്യൂട്ടബിളായിട്ടുള്ളൊരു ഹുക്കും വാങ്ങിച്ചിട്ടുണ്ട്. നേരെ പോകാം. ഇതൊക്കെ വിഷുവിൻ്റെ തലേ ദിവസമുള്ള പരിപാടികളാണ് കേട്ടോ. ഈ ഫ്രെയിം ഹണ്ടിങ്ങും ഹുക്കും പരിപാടികളൊക്കെ. ഇനി നേരെ വിഷുക്കണിയുടെ പരിപാടി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഐക്കേന്ന് ഇറങ്ങി ഇനി നെസ്റ്റോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, വിഷുവിൻ്റെ കണിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. ഫൈനലി നമ്മൾ നെസ്റ്റോയിൽ വന്നേക്കോണ്ടോ. വിഷുവിൻ്റെ സാധനങ്ങൾ നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ്. വേറെ എങ്ങും ഞാൻ നോക്കണില്ല, നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ്.
ഫ്രൂട്ട്സിന്റെ സെക്ഷനിൽ പോണതിന് മുന്നേ നമുക്ക് മറ്റേ ഫുഡിന്റെ സെക്ഷനിൽ പോവാം. അതാണ് മോർ എക്സൈറ്റഡ്. ഞാൻ ആക്ച്വലി പല പ്ലാനറ്റായിരിക്കും വരുന്നതെങ്കിലും ആദ്യം ഫുഡിന്റെ സെക്ഷനിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കാർട്ടിൽ ഇടാണ്ട് ഒരു സ്വസ്ഥത കിട്ടൂല. അപ്പൊ ആദ്യം അതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ വിഷുക്കണിയുടെ സെക്ഷനിലോട്ട് പോകും. കണിക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ഞാൻ സ്ക്വിഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ പിന്നെ ബീഫ് ചെട്ടിനാട് കഴിഞ്ഞില്ലേ. പോവാടോ, ഇനി എന്തെങ്കിലും വേണോ? ഇനി ഒന്നും വേണ്ട. ഓക്കെ. അയ്യോ, ചെറുതായിട്ടൊന്ന് പച്ചക്കറി സെക്ഷനാണ്. തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ എടുത്തു. ഇനി മെയിൻ ആയിട്ട് എനിക്ക് കരിമ്പ് വേണമായിരുന്നു. അപ്പൊ അത് ആദ്യം എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ പോസ് ചെയ്തെടുക്കണം, ഒറ്റ വീഡിയോ സ്പേസ് ഇല്ല. കപ്പങ്ങ എടുക്കാം, ഒരു ഗ്രീൻ എടുക്കട്ടെ. മെയിനായിട്ട് നല്ലത് നമ്മുടെ ചക്കയാണ്. ഇത് മതിയോ? മതിയാവും. ഓ വേണ്ട, ഒരു ചെറുതെടുക്കാല്ലേ? ചെറുത് ഇത് തന്നെ ക്യൂട്ടാണ്. പിന്നെ അടിപൊളി. ഇതെടുക്കാം. വെള്ളഞ്ഞീനുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. വിഷു അല്ലേ, വിഷുക്കണിയല്ല ഇത്. ഇത് വേറെ മെയിൻ സാധനമാണ് വെള്ളത്. ചെറുതെടുത്താൽ മതി. പിന്നെ ഓക്കെ. നല്ല ഭംഗിയുള്ള സാധനം എടുക്കും, നല്ല കളറുള്ള, യെല്ലോ കളറുള്ള. ആ, പനിവെള്ളരി ഓർമ്മ എടുത്തിട്ടുണ്ട്. മെയിൻ സാധനമാണ് വിഷുവിൻ്റെ. എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിട്ടാണെന്നില്ല, എന്നാലും പെർഫെക്റ്റ് ചെയ്യാനായിട്ട് ബാക്ക് കളി. അത് നല്ല ക്യൂട്ടാ, എടുത്തോ. പക്ഷെ ബാക്ക് നോക്കിയിടാം. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? ബാക്ക് മാത്രമല്ല കുഴപ്പമുള്ളൂ. അലാവുദ്ദീന്റെ വിളക്ക് പോലെ ഉണ്ട്. ചെറിയൊരു ക്യാബേജ് മതി. ഇത് വിഷു സദ്യക്ക് തോരന് വേണ്ടിയിട്ടാണോ. ഞാൻ എപ്പോഴും മുടങ്ങാണ്ട് കണിക്ക് വെക്കണതാണ് കേട്ടോ ഇത്. പിന്നെ കരിമ്പും വേണം കേട്ടോ. ഇത് വലുതെടുക്കാൻ കരുതരുന്നോ? അത് മതി. ഇതാരും വെച്ച് കണ്ടിട്ടില്ല കണിക്ക്. പക്ഷെ ഞാൻ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാന്ന് അറിഞ്ഞൂടാ, ഇത്ര നേരമായിട്ട് ഞാൻ കരിമ്പ് എടുത്തിട്ടില്ല കേട്ടോ. ടീച്ചിങ്ങും എടുക്കുന്നുണ്ട്. ടീച്ചിങ് അല്ലേ? ഈ പൈനാപ്പിൾ എടുത്താലോ? എവിടെ മരുഭൂമി? എനിക്ക് ആക്ച്വലി വേണ്ടത് ഈ ഒരു സൈസാണ്. പക്ഷേ ഇത്ര വലുത് വേണ്ടല്ലോ. വേണ്ട, ഈ ഒരു ഇതിലോട്ട് എടുക്കാം. അതെ. ചെറുതെടുത്താൽ മതിയോ? പിന്നെ പ്ലിങ് ചെറിയ കുമ്പട്ടി എടുത്തിട്ടുണ്ട്. വാഴ ആക്ച്വലി എടുക്കുന്നില്ല, ഓൾറെഡി ബഞ്ച് ഓഫ് വാഴ പറഞ്ഞിട്ടുണ്ട് സദ്യക്ക്. പൈനാപ്പിൾ എടുക്കാം. ഇത് മതിയോ? ആ അത് വേണ്ട, തലക്കൊരു സുഖമില്ലല്ലോ. കണ്ടെടുക്കുന്നത് കൊള്ളാം, വെരി ഗുഡ്. നൈസ് പൈനാപ്പിൾ. പഴം, കടല, ഇതൊക്കെ ഭയങ്കരമായിട്ട് പഴുത്തു പോയല്ലോ. ഇനി മാങ്ങ എടുക്കാനുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ആപ്പിൾ ഓറഞ്ചൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. മുന്തിരി 2 കളർ മുന്തിരി. മാങ്ങ എടുത്തിട്ടുണ്ട്, ബദാം. ഇത് ശരിക്കും പുളിശ്ശേരി വെക്കാൻ അടിപൊളിയാണ്ടോ. ആണോ? കുറച്ച് ഇതൊരു പോളിഷ്ഡ് പുളിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം. ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുന്നുണ്ട് ഇപ്രാവശ്യം. വേണോ? വേണേ മേടിച്ചോ. ചെറുത് വേണം. ചെറുതെടുത്താ മതി. ഭംഗിയായിരിക്കുമല്ലോ. കുത്തി ഓട്ടിയിട്ട് അത് കഴിഞ്ഞ് കുടിക്കുകയും ചെയ്യാലോ. എല്ലാം ഓരോന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം വിഷുക്കണിയല്ല. അപ്പോൾ ഓരോന്നാണ് എടുക്കുന്നത്. ഇത് ആക്ച്വലി വളരെ യൂസ്ഫുൾ ഉണ്ട്. അവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കിടിലം ചക്ക. ചക്കയുടെ വില കണ്ടോ? ചക്കയുടെ വില 96.72 dirhams. അടിപൊളി. തിരിച്ചങ്ങനെ വെക്കുന്നുണ്ട്, എടുക്കണില്ല. അവിടെ ഇരിക്കട്ടെ. നെല്ലിന് വാങ്ങിക്കണ്ടേ? പക്ഷേ കൊല ഓൾറെഡി ഒരാൾ കൊണ്ടുവരും, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കണില്ല. അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു. ഇത് ആക്ച്വലി ഞാൻ UAE അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഈ കളറ് മോസ്റ്റ്ലി കാണുന്നത് ആ കളറാണ്. പക്ഷേ ഇപ്പോൾ വിഷു ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു കളർ വന്നേക്കുന്നത്. ഇതിൽ സ്ട്രോ ഇട്ട് കുടിക്കുകയും ചെയ്യാല്ലേ? അതെ. അത് വേണ്ട, വെട്ടിയത് മേടിക്കുന്നതല്ലേ. ഇത് എടുക്കാൻ പോരായിരുന്നോ? സ്വീറ്റ് മെലൺ ഇന്ത്യ വേണ്ട. ആ അതെടുത്തോ, അത് കൊടുത്തോ. ഏതാ എടുക്കണ്ടേ? എടുത്തല്ലോ. കുറച്ചുകൂടെ ഫീലിംഗ് ആയിട്ടുള്ള
ഇതെടുക്കാം. ഒരു കുഞ്ഞ് റോക്ക് മെലണും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ കണിക്ക് വാങ്ങിച്ചേക്കുന്നത്, കണിക്ക് മാത്രമായിട്ടാണ് വാങ്ങിച്ചത്. വിഷുവിൻ്റെ ഓൾമോസ്റ്റ് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വാഴലയും കുറച്ച് സാധനങ്ങളും കൂടെ ഉള്ളൂ. നമ്മുടെ കണിക്കുള്ളതും രാത്രിയിലത്തെ ഫുഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ലിഫ്റ്റ് വഴിയാണ് പോയിരുന്നത്. കാലിൽ ചെറിയ പണി കിട്ടി. ഇതൊക്കെ ലോഡ് ചെയ്യണം. ബാക്കിൽ വെക്കണോ അല്ലേ? ബാക്കിൽ വെക്കാൻ തുറക്കാല്ലേ? ആ, അതിൻ്റെ അകത്ത് അധികം സാധനം ഇല്ലെന്ന് തോന്നുന്നുണ്ട്. വെച്ചോ വെച്ചോ, ബംഗാളി പണി എടുക്ക്. നമുക്കൊന്ന് സഹായിച്ചുകൂടാ? അവൻ ആദ്യം വെച്ചാന്ന് പറഞ്ഞപ്പോ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞതാണ്. ചോദിച്ചോ, അങ്ങോട്ട് കയറ്റി വെക്കേ. അവിടെ അങ്ങ് ഉള്ളിലേക്ക് വെക്കേ. അത് മുട്ടയൊക്കെ കുഴപ്പമില്ലല്ലോ. മുട്ട ഇതിലായിരുന്നു. മുട്ട അറ്റത്തിരിക്കണേല് കുഴപ്പമില്ല. ശരി, ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ വളർത്താം. ഇപ്പൊ വീണേനെ ട്രോളി ഉണ്ടായത് ഉപകാരം കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ചുമന്നായിട്ടുണ്ട് വന്നതാണ്. ശരി, ഇനി വീട്ടിലോട്ട് പോവാം. ട്രോളിയ എന്തോ പ്രശ്നമുണ്ട്. ഇതങ്ങനെ വളയുന്നില്ല. ബാക്ക് അടിച്ചിട്ടൊക്കെ കയറ്റണം. ചെറിയ മതിയാവും. ഒന്നോ ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഡോറിൻ്റെ ഒരു കുഴപ്പം. വിഷു പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞ് എത്തിയേക്കുമാണ്. ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്യണം. വിഷുവിൻ്റെ കണിക്കുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇനി വിഷുവിൻ്റെ സദ്യക്കുള്ളത് കട്ട് ചെയ്യണം, സദ്യക്കുള്ളത് ഒരുക്കണം. അങ്ങനെ അമ്മേ, ഈ ട്രോളി നല്ല ഹെവിയാണ്. എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് ഈ ട്രോളിക്ക്. ആരുമില്ല എന്നെ സഹായിക്കാൻ. ആ സാധനങ്ങൾ എടുക്ക്. YouTube channel. I'm back in Murdiff boys. എടുക്ക്, സാധനങ്ങളൊക്കെ എടുത്തോ. എവിടെ നിവിൻ? ബാൽക്കണി. Bro, she's taking a vlog. Who's on the phone? She's involved. She's taking a video. Who is on the phone? Kevin and Rakin. Hashtag Kevin and Rakin, guys. Follow their Instagram. ഹായ് നിവിൻ. കൊള്ളാം. ട്രെയിൻ ചെയ്ത പോലെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഫിക്സ് ചെയ്യണം. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. വേറെ ഇതില്ല. അപ്പോൾ വീട്ടിലെത്തി. ഇനിയെല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് നാളത്തെ പ്രിപ്പറേഷനിലോട്ട് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.